ഹായ് ഹലോ. കാനഡയിൽ ഇപ്പോൾ ശൈത്യകാലമൊക്കെ കഴിഞ്ഞിട്ട് വസന്തകാലം എത്തിയിട്ടുണ്ട്. ഈ പൂവിനെ കനേഡിയൻ കണിക്കൊന്ന എന്നാണ് ഞാൻ വിളിക്കാറുള്ളത്. അതിനൊരു കാരണമുണ്ട്. വിഷുക്കാലത്താണ് ഈ പൂവ് വിരിയുന്നത്. ഞാൻ കണിയായിട്ട് ഈ പൂവ് വെച്ചിട്ടുമുണ്ട്. ഇതാണ് പുറത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് വീടിനകത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. അങ്ങനെ ഈ വർഷം ഞാൻ വിപുലമായ പച്ചക്കറി കൃഷി തുടങ്ങാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള വിത്തുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ വീടിനകത്ത് എങ്ങനെയാണ് വിത്തൊക്കെ മുളപ്പിക്കുന്നതും അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതുമാണ് കാണിച്ചു തരുന്നത്. ഈ ഒരു ഉരുളക്കിഴങ്ങ് കണ്ടോ? മുളച്ച് വരുന്ന ഈ ഒരു ഉരുളക്കിഴങ്ങ് നിങ്ങളും കണ്ടു കാണും. ഇങ്ങനെ മുളച്ച് വരുന്ന ഉരുളക്കിഴങ്ങിൽ നിന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് ചെടി വളർത്തിയെടുക്കാം. ഞാൻ കാനഡയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഉരുളക്കിഴങ്ങ് ചെടി വളർത്തി നോക്കുന്നത്. അതിനുശേഷമുള്ള എല്ലാ വർഷവും ഞാൻ ഉരുളക്കിഴങ്ങ് നടാറുണ്ട്. ഉരുളക്കിഴങ്ങും മധുരക്കിഴങ്ങൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ കൃഷി ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വിശദീകരിച്ചുകൊണ്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. ഈ വിത്തുകൾ കണ്ടോ? ഇതെല്ലാം ഞാൻ കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചതാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് മുള പൊട്ടി വരും. ഇതിനെടുത്ത് നമുക്ക് മണ്ണിൽ നട്ടുവെക്കാം. ഇനി നമുക്ക് വേറൊരു രീതിയിലും വിത്ത് ഇതുപോലെ മുളപ്പിച്ചെടുക്കാം. ഒരു ചെറിയ കണ്ടെയ്നർ എടുക്കുക. അതിൽ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് ലെയറായിട്ട് അടുക്കി വെക്കുക. എന്നിട്ട് ആ ഓരോ ലെയറിനുള്ളിലോട്ട് നമുക്ക് വിത്തുകൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് വെള്ളം നനച്ചു കൊടുക്കുക. എന്നിട്ട് 3-4 ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് മുള പൊട്ടി വരും. ഞാൻ ഈ രീതിയിലാണ് എല്ലാ വർഷവും വീടിനകത്ത് വിത്ത് മുളപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ ഞാൻ മുളപ്പിക്കാൻ വെച്ചിരുന്ന വിത്തെല്ലാം നന്നായിട്ട് മുളച്ച് വന്നു. നല്ല വേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വിത്തൊക്കെ നട്ട് വെച്ചു എന്ന് പറഞ്ഞു. വീടിനകത്ത് എങ്ങനെയാണ് ഈ വിത്തൊക്കെ നട്ട് വെച്ചതെന്ന് കാണിച്ചു തരാം. സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്ന ഒരു സ്ഥലത്ത് ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിൽ ചെറിയ ചെറിയ ചെടിച്ചട്ടികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം നട്ടത് കുറേ വെള്ളരിക്ക ചെടികളായിരുന്നു. ഞാൻ ഏതൊക്കെ ചെടികളാണ് നട്ടത് അതിൻ്റെ പേര് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കാം. വീഡിയോയുടെ തുടക്കത്തിൽ മുളപൊട്ടി വന്ന ഉരുളക്കിഴങ്ങ് ഞാൻ കാണിച്ചല്ലോ, അതിനെയും ഞാൻ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഏകദേശം കുറേ ചെടികളൊക്കെ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട്. വീഡിയോയുടെ അവസാനത്തിലോട്ട് പോകുമ്പോൾ ചെടികൾ ഇപ്പോൾ എത്രത്തോളം പൊക്കം വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. കൂടുതൽ കൃഷി വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്